അവിടെ വേണ്ട. ചേച്ചി ആദ്യ ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന പറഞ്ഞു ഇവിടെ ആള് വേണം. ഇപ്പൊ ചേച്ചിയെ കെട്ടിക്കഴിഞ്ഞ പറയാം അപ്പുറത്തെ ആള് വേണ്ടെന്ന്. ഇല്ലില്ല, ഇപ്പുറത്ത് നല്ല ഒരാളാ വരുന്നെങ്കിൽ എനിക്ക് വേണം. അതിന്റെ അർത്ഥം എന്താ? ചേച്ചി അത്ര പോരാ? അല്ല അങ്ങനല്ല. അല്ല ഞാൻ നല്ല ആൾ തന്നെ. അല്ല മഞ്ചരി സൂപ്പർ അല്ലേ? മഞ്ചരി സൂപ്പർ അല്ലേ? അത് മഞ്ചരി ചേച്ചി നമ്മുടെ മുത്താണ്. മുത്തും മണി. മുത്ത്, ഇത് മുത്ത്. ഇപ്പുറത്ത് വരുന്ന ആള് എന്റെ സ്വത്തായിരിക്കണം, അത്രേ ഉള്ളൂ. ആവണം അല്ലേ? ആവണം. ആ സ്വത്തായിട്ടുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ, ഉറപ്പായിട്ടും കൊണ്ടുവരട്ടെ. വിളിക്കട്ടെ? വിളിക്കടേ. ആദ്യ സിനിമയിൽ തന്നെ കിടിലൻ 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 പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു മ്യൂസിക് കമ്പോസർ ആണ് വരാൻ. എടോ അത് ഞാനും അങ്ങനെ എന്റെ ക്ഷണക്കത്ത് പാട്ടുകൾ ഇട്ടായിരുന്നു, പടം ഓടിയില്ലെങ്കിൽ. ശരത് സാറൊക്കെ ഓൾറെഡി തെളിയിച്ച ലെജൻസ് അല്ലേ ഇരിക്കുന്നത്? അല്ലേ ചേച്ചി? തെളിയിച്ചോണ്ടിരിക്കുന്ന ആള് ഈ വരാൻ പോകുന്നിരിക്കാണ്. അതെ. അല്ല എനിക്ക് അതൊന്നും അറിയണ്ട, പറയും. എനിക്ക് ആ വരുന്ന ആൾ എനിക്ക് പ്രിയപ്പെട്ട ആളായിരിക്കണം. എനിക്ക് പ്രിയപ്പെട്ട ആള്. എന്നാലും ഞാനൊന്ന് പറഞ്ഞു, അടിച്ചുപൊളി പാട്ടുകൾ മാത്രല്ല നല്ല കിടിലൻ മെലഡി സോങ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഒരുവിധം എനിക്ക് കിട്ടി. പാറു കിട്ടിയോ? എന്നിനി മഞ്ജരി ചേച്ചിക്ക് കിട്ടിയിട്ടില്ല. ചേച്ചി പാടിയിട്ടുണ്ട് ആൾക്ക് വേണ്ടിട്ട്. ആണോ? ഒട്ടും കിട്ടിയില്ല. അങ്ങനെയൊന്നുമല്ല, എനിക്ക് എല്ലാരും ഓർമ്മ. വിളിക്കട്ടെ? വിളിക്കൂ. ശരത് സാർ പറഞ്ഞ സ്വത്തുമണി രാഹുൽ രാജ്. സ്വത്തുമണി. അത് ഇവിടെ ഒരു മുത്തുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പത്തെ വരുന്ന ആൾ എന്റെ സ്വത്തായിരിക്കണം എന്ന് പറഞ്ഞു. എന്റെ പൊന്നോ. രാഹുലെ, അയ്യോ കൊറേ സന്തോഷം. എത്ര നാളെ കണ്ടിട്ട് കൊറേ ആയി. പക്ഷെ എന്താ പാറു, ഞങ്ങള് തങ്ങളിലൊരു എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാനസിക ബന്ധമുണ്ട്. അത് എവിടെ ഇരുന്നാലും മുജ്ജന്മ ബന്ധമാണ്. ആയിരിക്കണം. അത്രയ്ക്ക് ഒരു സ്നേഹമുണ്ട് രാഹുൽ. രണ്ട് കുരങ്ങന്മാരായിരുന്നു. പാട്ട് പാടുന്ന കുരങ്ങന്മാർ. അപ്പൊ എങ്ങനെ ഒന്നിച്ച് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയ ബന്ധമാണോ അതോ? ആ ബന്ധമൊന്നും പറഞ്ഞ ശരിയാവില്ല. അത്ര അത്ര പോറാന്ന്. അല്ല എന്നാലും ആ ഒരു ബന്ധം പറയൂ. നിങ്ങൾ എപ്പോഴാണ് ഫസ്റ്റ്? അണ്ണൻ തന്നെ പറ. എനിക്ക് രാഹുലിനെ കുറെ ഇഷ്ടമാണ്. പിന്നെ രാഹുലിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ അതെന്തോ ഈ അറിഞ്ഞ് നമുക്ക് കമ്പോസ് ചെയ്യുന്ന ആളുകളോട് നമുക്കൊരു സ്നേഹം ഒരിച്ചിരി കൂടുതലാണ് എനിക്ക്. അപ്പം അതിലൊരാളാണ് രാഹുൽ. അപ്പം എനിക്ക് കുറേ ഇഷ്ടം. പിന്നെ ഒരു ചക്കരയാണ് രാഹുൽ. കാണുമ്പോൾ ഒരു വില്ലനാന്ന് തോന്നുമെങ്കിലും കാണുമ്പോൾ വില്ലനാന്ന് തോന്നുന്നു. പറയൂ. പക്ഷെ ഒരു പാവ മനുഷ്യനാ. ഈ ചെക്കൻ ഡാൻസ് ചെയ്യുന്ന നന്നായിട്ട്. അത് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്. ഭീകര ഡാൻസറാ. ഇവിടെ നമുക്ക് രണ്ട് ഡാൻസ് ചെയ്യാം. അണ്ണന്റെ കാര്യം ഇപ്പൊ നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല. ഡാൻസിന്റെ അല്ല, അണ്ണന്റെ പാട്ട് കേട്ടാണ് നമ്മളൊക്കെ മ്യൂസിക് പഠിച്ച് വളർന്നു വരുന്നൊരു സമയത്തൊക്കെ അണ്ണന്റെ ഒക്കെ പാട്ടുകൾ കേൾക്കുകയും ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ അന്തം വിട്ട്. ഒരുപക്ഷെ ഞാനും ബിജിബാലില്ലേ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബിജിബാല്, നമ്മളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് അണ്ണന്റെ പാട്ടുകൾ ഡീകോഡ് ചെയ്ത് ഇത് ഈ രാഗമാണ് എന്നിട്ട് ആ രാഗം നോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ആ അണ്ണന്റെ കൂടെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നെ. അയ്യോ താങ്ക് യു. ഇപ്പൊ ഈ തമാശയും വളിപ്പൊക്കെ പറയും, പക്ഷെ അതിനൊക്കെ ഉപരി നമ്മുടെ ലെജൻഡാണ്. ഇല്ല പാറു, എന്റെ പാട്ടുകൾ എനിക്കറിയാവുന്നവരും കൂടുതൽ രാഹുലിനെ അറിയാം. ഞാനെന്തെങ്കിലും തെറ്റി അണ്ണാ അങ്ങനല്ല ഇങ്ങനെ. ലവ് യു രാഹുലെ. കണ്ടതിൽ കുറെ സന്തോഷം. അല്ലെ പുതിയ സംഭവങ്ങളൊക്കെ പറ. അതൊക്കെ അതിനു മുന്നേ ഇവര് തമ്മിൽ ഒന്നിച്ച് സോറി നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട്. മലബാർ വെഡിങ് എന്റെ മൂന്നാമത്തെ സിനിമ. അതിൽ തന്നെ മഞ്ജരി ഒരു ഹിന്ദി മലയാളം മിക്സ് ചെയ്ത്. അതെ അതെ. അടിപൊളി. അത് എനിക്കും ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹിന്ദി ലിറിക്സ് ഞാൻ അതിന് മുൻപ് പാടിയിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് മഞ്ജരി പാടാൻ വന്നപ്പോ ഹിന്ദിയാ കളറായിട്ടുണ്ടല്ലോ. രസമായിരുന്നു ആ റെക്കോർഡിങ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം ഞാൻ ആ പാടി വന്ന സമയത്തുള്ള ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിരുന്നു. ഒരു ഭയങ്കര ജിൽ റെക്കോർഡിംഗ് സെഷൻ ഒക്കെ നല്ല രസമായിരുന്നു. മഞ്ജരി കത്തി നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഒരു ഒത്തിരി രാജസാറിന്റെ ഒക്കെ പാട്ടുകൾ പാടി. അപ്പൊ മഞ്ജരീനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം നമ്മളിങ്ങനെ
മഞ്ചേരിനെ കൊണ്ടൊരു പാട്ട് പഠിച്ചു ആ ഒരു സംഭവമായിരുന്നു. എന്നാലും തകർത്തു. അതെ അത് അല്ല എൻജോയ് പാറു ചെയ്തു. പാറു അത് ഈ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് രാഹുലിന്റെ അടുത്ത് അകത്ത് കയറിയിട്ട് മഞ്ചേരി ചോദിച്ചു പേയ്മെന്റ് ഡബിൾ അല്ലേ രാഹുൽ? ശ്ശെടാ, ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാത്ത ആളാ. പക്ഷെ എന്നാലും രാഹുലേട്ടാ ആദ്യത്തെ സിനിമ ആ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ തന്നെ ഇത്രയും സൂപ്പർ ഹിറ്റ് സോങ്സ് ചെയ്തതിന്റെ വിശേഷങ്ങളൊക്കെ കാരണം പറഞ്ഞാൽ തീരില്ല എന്നറിയാം. ചോട്ടം ഇപ്പൊ ഒന്നുകൂടെ ഇറങ്ങാൻ പോവാണ്. അതെ വീണ്ടും റീ റിലീസ് വരാൻ പോവാണ്. റിലീസ് വരെയാണ് അതിന്റെ ഒരു. രാഹുലേ പുതിയ കാര്യങ്ങളൊക്കെ പറച്ചക്ക. പുതിയ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ കാലന്റെ തങ്കക്കുടം എന്ന് പറഞ്ഞ ഫ്രൈഡേ ഫിലിംസിന്റെ ഒരു പടം, അതൊരു നല്ല രസമുള്ള സിനിമ ആയിരിക്കും. അത് കമ്പോസിംഗ് നടക്കുന്നു. കുറെ പരിപാടികളുണ്ട്. എല്ലാം കലക്ക് രാഹുലെ, തകർക്ക് തകർക്ക്. പക്ഷേ സൂപ്പർ ഞാൻ ഈ അടുത്ത് രാഹുലിന്റെ ഒരു ഫിലിം കണ്ടിട്ട് ഞാൻ വിളിച്ചിരുന്നു. നാരായണീന്റെ മക്കൾ. അതിന്റെ റീ റെക്കോർഡിങ്ങിന്റെ കാര്യം ഞാൻ പറയുകയും ചെയ്തു. എനിക്ക് ആ സ്കെയിൽ ഇഷ്ടപ്പെട്ടു രാഹുൽ എന്ന്. ഒറ്റവട്ടം കണ്ടതുകൊണ്ട് എനിക്ക് അത് തലേ കയറി. രാഹുൽ പറയുകയും ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ട പീസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പീസ്. പക്ഷെ അത് ആരും ഒന്നോ രണ്ടോ ആളുകൾ അത് പറഞ്ഞുള്ളൂ. ഞാൻ വിചാരിച്ചത് ആർക്കും രജിസ്റ്റർ ആയില്ലേ. അണ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു എടാ ആ സാധനം കിടുവായിട്ടുണ്ട്. ഇനി ആരും പറയണ്ട. പക്ഷെ രാഹുലേട്ടാ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ നിൽക്കുമ്പോ ചോട്ടാ മുംബൈയെ പറ്റി പറയുമ്പോൾ ആ ഒരു സിനിമയിൽ പാട്ട് പാടിയ ഒരാൾ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു വിന്നർ കൂടെ ആയിരുന്നില്ലേ? സംഗീത്. യെസ്. അല്ലല്ല, ആ കാരണം കൊണ്ട് തന്നെയാണ് ആക്ച്വലി ആ സമയത്ത് എന്റെ ആദ്യത്തെ സിനിമ. അതിന് മുമ്പ് ഞാൻ അമൃത ടി വി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നമ്മളെ ടീം എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം മുതൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആദ്യത്തെ സിനിമ കോയിൻസൈഡ് ചെയ്യുകയും ഒരുമിച്ച് വരികയും സൂപ്പർ സ്റ്റാറിൽ ഒരു വിന്നർ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ അത് യാദൃശ്ചികമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇറ്റ് വാസ് വെൽ ടൈംഡ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരാൾ ആ പാട്ടിന് പറ്റിയ ആളാരാണ് അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ പൂനിലമഴ എന്ന് പറഞ്ഞ പാട്ട് വന്നു. അപ്പോൾ പക്ഷേ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ സിനിമ ആ പാട്ട് ചിലപ്പോൾ ഷൂട്ട് ചെയ്യില്ലായിരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ലാലേട്ടനും ഭാവനയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിൽ അങ്ങനത്തെ ഒരു ലവ് സോങ് വെച്ചാൽ ചിലപ്പോൾ അത് ഒരു ക്രിഞ്ചാവോ എന്നൊക്കെ ഉള്ളൊരു ഒരു തോന്നൽ. അപ്പോൾ കാരണം ലാലേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറായതുകൊണ്ട് അപ്പോൾ ഒരു പക്ഷേ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അയ്യോ നമുക്കൊരു ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ വിളിച്ചിട്ട് ഒരു പാട്ട് പാടി അത് വരാതിരിക്കുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ. അങ്ങനെയാണ് പിന്നീട് ആ തല എന്ന് പറഞ്ഞ പാട്ടിലേക്ക് ആ മെലഡി പോർഷനിൽ അങ്ങനെയാണ് ആ മെലഡി പോർഷൻ സംഗീതനെ കൊണ്ട് പാടിക്കാം. നൊമ്പരം കളയുന്ന എന്ന് പറഞ്ഞു. അതെല്ലാം അങ്ങനെ യോജിച്ച് വന്നൊരു കാര്യം. പക്ഷെ ഇപ്പോഴും ആ ഒരു ഏരിയ പെർട്ടിക്കുലർലി ദാറ്റ് പാർട്ട് ആ മെലഡി പാർട്ട് ഇസ് വെരി സെലിബ്രേറ്റഡ്. സൂപ്പർ ഹിറ്റ് ആയല്ലോ. പിന്നെ അതെ അതെ അടിപൊളി. യെസ്. അപ്പൊ